മണിപ്പൂരിനെ തകർത്ത് കേരളം സന്തോഷ് ട്രോഫി ഫൈനലിൽ. രണ്ടാം സെമിയിൽ 1-5 ഗോളുകൾക്കാണ് കേരളത്തിന്റെ ജയം. ചൊവ്വാഴ്ച നടക്കുന്ന കലാശ പോരാട്ടത്തിൽ പശ്ചിമബംഗാൾ ആണ് കേരളത്തിന്റെ എതിരാളികൾ. ഒന്നാം സെമിയിൽ സർവീസസിനെ 4-2 പരാജയപ്പെടുത്തിയാണ് പശ്ചിമബംഗാൾ ഫൈനലിൽ പ്രവേശിച്ചത്. കരുത്തരായ എതിരാളികളെ നിലയുറപ്പിക്കാൻ അനുവദിക്കാതെയുള്ള കേരളത്തിന്റെ പോരാട്ട വീര്യത്തിനു മുന്നിൽ വടക്ക് കിഴക്കിന്റെ സംഘത്തിന് അടിപതറി. മണിപ്പൂരിന്റെ വലയിൽ വീണത് എണ്ണം പറഞ്ഞ 5 ഗോളുകൾ. നിജോ ഗിൽബർട്ടിന് പകരമായി രണ്ടാം പകുതിയിൽ കളത്തിലെത്തിയ മുഹമ്മദ് റോഷലിന്റെ തകർപ്പൻ ഹാട്രിക്കിന്റെ മികവിലായിരുന്നു കേരളത്തിന്റെ മിന്നും ജയം. വാശിയേറിയ സെമിഫൈനൽ പോരാട്ടത്തിൽ 5 ഗോളുകൾക്ക് മണിപ്പൂരിനെ തരിപ്പണമാക്കിക്കൊണ്ട് കേരളം ഒരിക്കൽ കൂടി സന്തോഷ് ട്രോഫിയുടെ ഫൈനൽ 7:30 ബംഗാളിനായിട്ടാണ് കേരളത്തിന്റെ മത്സരം. കേരളത്തിന്റെ സൂപ്പർ സബ്ബായി വന്ന മുഹമ്മദ് റോഷൻ കേരളത്തിന് വേണ്ടി ഹാട്രിക് ഗോൾ കണ്ടെത്തിയ മത്സരത്തിൽ നസീബ് റഹ്മാനും അജ്സലും ഓരോ ഗോളുകൾ വീതം നേടി. മണിപ്പൂരിന്റെ ഏക ഗോൾ പെനാൽറ്റിയിലൂടെയായിരുന്നു. റിഗ്ഗിയാണ് ഗോളിനുടമ. കേരളത്തിന്റെ 16ാമത് സന്തോഷ് ട്രോഫി ഫൈനൽ മത്സരമാണ് ചൊവ്വാഴ്ച നടക്കാൻ പോകുന്നത്. അവസാനമായി 2002 മഞ്ചേരിയിലാണ് കേരളം അവസാനമായി ട്രോഫി നേടിയത്. അന്നും ഇതുപോലെ ബംഗാൾ തന്നെയായിരുന്നു എതിരാളികൾ. എന്തായാലും വാശിയേറിയ മത്സരം തന്നെ നമുക്ക് ഫൈനൽ പ്രതീക്ഷിക്കാം. കളിയുടെ 22ാം മിനിറ്റിൽ നസീബ് റഹ്മാനിലൂടെ കേരളം മുന്നിലെത്തിയെങ്കിലും അധികം വൈകാതെ മണിപ്പൂരിന്റെ സമനില വന്നു. ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പം പൊരുതിയ നിമിഷങ്ങളായിരുന്നു പിന്നീട്. ഒന്നാം പകുതിയുടെ 46ാം മിനിറ്റിൽ മുഹമ്മദ് അജ്സൽ കേരളത്തെ വീണ്ടും മുന്നിലെത്തിച്ചു. 73-88. പിന്നെ മത്സരത്തിന്റെ അവസാന നിമിഷത്തിലെ പെനാൽറ്റി ഗോൾ മുഹമ്മദ് റഷാൽ മണിപ്പൂരിന്റെ കഥ കഴിച്ചു. നിലവിലെ ചാമ്പ്യന്മാരായ സർവീസസിനെ വീഴ്ത്തിയ പശ്ചിമ ബംഗാളാണ് കേരളത്തിന്റെ എതിരാളികൾ. 2021 മഞ്ചേരിയിൽ കേരളവും ബംഗാളും ഫൈനലിൽ ഏറ്റുമുട്ടിയപ്പോൾ കേരളത്തിനായിരുന്നു കപ്പ്. സുരേഷ് എടപ്പാൾ, സ്പോർട്സ് ഡെസ്ക്, ദൂരദർശൻ ന്യൂസ്.